ടെലിഫോൺ ലൈനിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ അനിൽകുമാർ CPM അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് ഇക്കാര്യത്തിൽ കേട്ടത്. ഇതൊരു ന്യൂനപക്ഷ സംഗമം എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രത്യേക മതാടിസ്ഥാനത്തിലുള്ളവരെ ചേർത്ത് വെച്ച് മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ രീതിയിൽ കാണേണ്ടതില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ന്യൂനപക്ഷ വിഭാഗത്തിനുള്ള പ്രത്യേക പരിഗണന കണക്കിലെടുത്തുകൊണ്ട് ഒരു കൂടിച്ചേരൽ നടത്തുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, ഒരു സെമിനാർ അങ്ങനെ കണ്ടാൽ മതിയെന്നാണ്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഇല്ലേ, എന്നാൽ പിന്നെ തുളു സമുദായത്തിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ എടുത്തോ. യഥാർത്ഥത്തില് ഇവരുടെ ഉന്നയിക്കുന്നത് ഈ കേരള സൊസൈറ്റിയെ ഫ്രാഗ്മെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേരളക്കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സമാധാനം തകർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കാണാൻ കഴിയാത്ത വിധത്തിലേക്ക് ഫ്രാഗ്മെന്റ് ചെയ്യുക, അതാണ് ലക്ഷ്യം. ഞാൻ ചോദിക്കും, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ മതാടിസ്ഥാനത്തുള്ള കൺവെൻഷൻ വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? അവരൊന്നും ഗവൺമെന്റുകളല്ലാത്തത് കൊണ്ടല്ലോ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങോട്ടുള്ള എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ശ്രീ VS അച്യുതാനന്ദൻ അടക്കമുള്ള എത്രയോ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. ശ്രീ അച്യുതമേനൻ അടക്കമുള്ള എത്രയോ പ്രഗത്ഭമതികൾ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അതോടൊപ്പം ശ്രീ K കരുണാകരന്റെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പേരുകൾ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ മതാടിസ്ഥാനത്തുള്ള കൺവെൻഷൻ ഈ കേരളത്തിൽ നടത്താൻ? അപ്പം മതാടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഒരു കൺവെൻഷൻ നടത്താൻ തീരുമാനിക്കുന്നത്? മറ്റൊരു നടപടിയും വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ഈ സൊസൈറ്റി ഒരുമിച്ച് നിൽക്കരുത്. ഈ സൊസൈറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയെറിയണം, ഫ്രാഗ്മെന്റ് ചെയ്യപ്പെടണം. അങ്ങനെ ഫ്രാഗ്മെന്റഡ് സൊസൈറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടർക്കല്ലാതെ മറ്റാർക്കെങ്കിലും നേർബുദ്ധിയുള്ള ആളുകൾക്ക് ഇതുപോലൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ അവരുടെ ഇന്ന് വരെയുള്ള നിലപാടുകൾ അനുസരിച്ച് അവരതിനോട് യോജിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അവര് എല്ലാ മതവിഭാഗങ്ങളുമായി യോജിച്ചു പോകുന്ന സാമൂഹ്യ പശ്ചാത്തലമുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ മതാടിസ്ഥാന കൺവെൻഷൻ, ആ കൺവെൻഷൻ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ജാതിയടിസ്ഥാനത്തുള്ള കൺവെൻഷൻ ആകും. മതാടിസ്ഥാനത്തിൽ കൺവെൻഷൻ നടത്താമെങ്കിൽ ജാതിയടിസ്ഥാനത്തിലും ആകാൻ പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെ എന്തിനാണ് കേരള സൊസൈറ്റിയെ ഫ്രാഗ്മെന്റ് ചെയ്യുന്നത്? ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ആവർത്തിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് അപരിഷ്കൃതമായ ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ നേരത്തെ പല ആളുകളും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, വിവേകാനന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഭ്രാന്തന്മാരുടെ ഭ്രാന്താലയമായി ഈ കേരളത്തെ മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. പക്ഷെ ഗവൺമെന്റ് ഈ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരള സമൂഹത്തിന് ഗുണം ചെയ്യുമോ എന്ന് ഈ വാൾ ഊരി പിടിച്ചിരിക്കുന്ന ആളുകൾ തന്നെ ആലോചിച്ചാൽ മതി. ശരി, ഒന്ന് ദയവായി തുടരുക. ശ്രീ അനിൽകുമാർ, മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്ന ഒന്നായി മാറുമെന്നുള്ള വിമർശനമാണ് തിരുവഞ്ചൂർ ഉന്നയിക്കുന്നത്. കാള പറ്റുന്ന കേട്ടപ്പോൾ ഉടനെ കയറെടുത്തുകൊണ്ട് ഓടുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂര്. അദ്ദേഹം ആ കഷ്ണം കയറ് താഴെ ഇടണം. ഇവിടെ മതസംഗമം നടത്തുന്നുണ്ടോ? ഏതെങ്കിലും മതത്തിനെതിരായിട്ട് സംഗമമുണ്ടോ? എന്തിനായി ന്യൂനപക്ഷക്ഷേമ വകുപ്പ്? ആ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊരു വേദി ഉണ്ടാക്കുന്നു. അതിലേതെങ്കിലും പ്രത്യേക മതക്കാരെ മാത്രമാണോ വിളിക്കുന്നത്? ബൗദ്ധരെ വിളിക്കില്ലേ? ജൈനരെ വിളിക്കില്ലേ? പാഴ്സിയെ വിളിക്കില്ലേ? എല്ലാ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും പദ്ധതികൾ ഉണ്ടാവുമല്ലോ. അവർക്ക് സർക്കാരിനോട് പറയാനുള്ള, സമൂഹത്തോട് പറയാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത്തരം ആശയ രൂപീകരണത്തിന്റെ വേദിയല്ലേ, ആനുകൂല്യങ്ങളുടെ വിതരണ വേദിയല്ല. മാത്രമല്ല, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു മതത്തിനെതിരായിട്ട് ആശയം ഉത്പാദിപ്പിക്കാനാണോ ഈ യോഗം? ഇവര് ഇത്തരം കാര്യങ്ങളൊക്കെ അധികാരം നഷ്ടപ്പെട്ടതിന്റെ ഭ്രാന്തി ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. എന്തെങ്കിലും കേട്ട ഉടനെ മതപരമായി, പിന്നെ എന്താ പറഞ്ഞത്, ജാതീയമായിട്ടോ സംഗമമോ? ഞാൻ ചോദിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പിരിച്ചുവിടുവോ? UDFന്റെ കാലത്ത് അങ്ങനെ വകുപ്പുണ്ടായിരുന്നോ? ആ വകുപ്പ് പരിപാടികൾ നടത്തിയിട്ടില്ലേ? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനാധിപത്യപരമായി ഭരണഘടന നൽകുന്ന അവകാശാധികാരങ്ങൾ ലഭ്യമാക്കാനാണ് ആ വകുപ്പ്. ന്യൂനപക്ഷ ജനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലഭ്യമാക്കാനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. അത് അവരല്ലാണ്ട് പിന്നെ വേറെ ആരാ ചർച്ച ചെയ്യേണ്ടത്? ഇനി അയ്യപ്പ സംഘമാണെങ്കിലോ, അയ്യപ്പ സംഘം മതസംഘമാണോ? എല്ലാ മതക്കാർക്കും ഒത്തുചേരാൻ കഴിയുന്ന ലോകത്തെ ഏക സ്ഥലം ഒരു ആരാധനാലയം അതല്ലേ? അല്ല, അത് മതേതര സംഗമം എന്ന രീതിയിലാണ് അവകാശപ്പെട്ടത്. തിരുവഞ്ചൂർ പറയുന്നത് അല്ല, ഈ അയ്യപ്പ സംഗമം മതേതര സംഗമം എന്ന രീതിയിലാണല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്. മതേതര സംഗമം അല്ലല്ല, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂര് BJPയുടെ മനസ്സോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്.
അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ അയ്യപ്പ സംഘവും ഹിന്ദുമതത്തിന്റെ തോന്നി? അത് ബി ജെ പിയുടെ ആശയമാണ്. അത് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ എന്താണ് ബി ജെ പിയിലേക്ക് ചേരുകയാണ്. ഇതാണ് ഇവര് കോൺഗ്രസ്സുകാർ കുറെ പേര് ബി ജെ പിക്കാരായിട്ട് നടക്കുകയാണ്. ഇനിയെങ്കിലും നിർത്തണം. കർണാടകത്തിൽ ആഭ്യന്തരകാര്യമന്ത്രിയാണ് ABVPയുടെ ജാഥ ഉദ്ഘാടനം ചെയ്തത്. കർണാടകത്തിൽ ഇവരുടെ ശിവകുമാർ RSSന്റെ ഗണഗീതം നിയമസഭയിൽ ചൊല്ലുകയാണ്. ഇതുവരെ ബി ജെ പിക്കാർക്ക് പോലും തോന്നാത്ത കാര്യമാണ് കോൺഗ്രസ് മന്ത്രിമാർക്ക് തോന്നുന്നത്. ശബരിമല അയ്യപ്പനെ ഹിന്ദു ദൈവമാക്കുന്ന ഒരു ആരാധന സമ്പ്രദായമാണോ ഇവിടെ ഉള്ളത്? തത്വമസിയല്ലേ? ഇതൊക്കെ കോൺഗ്രസ്സുകാർ നിഷേധിക്കുന്ന എന്തിനാ? ഇതെല്ലാം ബി ജെ പിക്ക് വേണ്ടിയാണ്. ആ ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് നിർത്തണം കോൺഗ്രസ്. അല്ല ശ്രീ കെ അനിൽകുമാർ, ഈ അയ്യപ്പ സംഗമത്തിന് അതിന് ന്യായീകരണമായിട്ട് പറഞ്ഞ ഒരു പ്രധാന കാര്യം ഇതൊരു മതേതര സംഗമം ആണ്, ശബരിമല അയ്യപ്പന് മതേതര ഒരു പരിവേഷമാണ് ഉള്ളതെന്നാണല്ലോ. അപ്പോൾ ന്യൂനപക്ഷ സംഗമത്തിൽ അങ്ങനെയല്ല, ഓരോ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വിശദീകരണം അവിടെ പറ്റില്ല. അതെ, അതാണ് മഞ്ജുഷിന് പറ്റുന്ന അബദ്ധം. മഞ്ജുഷ് ഇന്നത്തെ ആഖ്യാനം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ തീസിസ് ഉണ്ടാക്കിയാൽ വലിയ അപകടമുണ്ട്. ന്യൂനപക്ഷം എന്നൊരു മതമുണ്ടോ? നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷത്തിന് മതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, അവിടെ താങ്കൾ പറഞ്ഞ ഈ രണ്ട് പ്രധാന മതങ്ങളും അതോടൊപ്പം തന്നെ പറഞ്ഞ ബുദ്ധരും ജൈനരും അവരെയൊക്കെ വിളിക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് എണ്ണത്തിൽ കുറവായത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മതപരമായി എണ്ണക്കൂടുതലുള്ളവരുണ്ട്, മതപരമായി എണ്ണം കുറഞ്ഞവരുണ്ട്. ആ എണ്ണം കുറഞ്ഞവരുടെ ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പാക്കാനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിന് 25 വകുപ്പ് ഉണ്ടാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനെ 25 തൊട്ട് 30 വരെയുള്ള വകുപ്പെടുത്ത് വായിക്കുക. അവിടെ മതന്യൂനപക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ടോ? നിങ്ങളുടെ ഭരണഘടന കത്തിക്കാൻ പോവാണോ? ഭരണഘടന വിരുദ്ധമായിട്ടല്ല, ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് അവിടെ കേരള സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ന്യൂനപക്ഷ വകുപ്പ് ഏത് മതത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്വതയോടെ കാണണം കാര്യങ്ങൾ. RSSകാർ കേരളത്തിൽ കത്തിക്കാൻ നടക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ആ വഴിക്ക് പോകരുത്. ശരി, തിരുവഞ്ചൂർ, അതിനുള്ള മറുപടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പിന്നെ എന്തിനാണെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള സെമിനാറുകൾ വിളിക്കേണ്ടതായി ആവശ്യമായിട്ട് വരും, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടി. ഇവിടെ ത്രിപുരയിലെ പാർട്ടി കമ്മിറ്റിയും കൊടിയും കൂടെ ഇപ്പോൾ BJPയുടെ ഓഫീസായി മാറിയതാണ്. പിന്നെ ഞങ്ങളെ തത്വം പഠിപ്പിക്കാൻ നോക്കുന്നത് ത്രിപുരയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസും അതിന്റെ കൊടിയും BJP മാറ്റി നേരെ BJPയുടെ ഓഫീസാക്കി മാറ്റി. എല്ലാ കാര്യങ്ങളും ഒന്ന് തിരക്കിയാൽ മതി. എനിക്ക് ആക്ഷേപിക്കാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോകുന്ന ഒരാളുമല്ല. ഭ്രാന്ത് പിടിച്ച ആളുകളൊന്നും ഇത് ബഹളത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് പാർട്ടി ഓഫീസിൽ ഇരുന്ന് വലിയ പരിണിതപ്രജ്ഞരല്ലാത്ത ആളുകളുടെ മുമ്പിൽ വിദ്വാൻ കളിക്കുന്നത് പോലെ ദയവായി ജനസമൂഹത്തിന് മുമ്പിൽ ഈ പണിക്ക് പോകരുത്. അങ്ങനത്തുള്ള ആളുകൾ കഴിയുന്നത്ര ഒരു ഗുളിയൊക്കെ കഴിച്ചങ്ങ് ജീവിക്കുന്നതാണ് നല്ലത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.